ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും ഞാൻ എൻ്റെ സ്നേഹ വന്ദനം ചൊല്ലുന്നു. നിങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനങ്ങളെ പ്രഘോഷിപ്പാൻ ദൈവം നൽകി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ഒരു പ്രാവശ്യം കൂടെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളുമായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ നിന്ന് ചില ചിന്തകൾ പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കുവാനായി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം വായിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ഇന്ന് നാം വായിക്കുവാൻ കർത്താവ് ഇടയാക്കിയത്. ഇതിൽ നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകപ്പെട്ടതായ ചില ചിന്തകൾ നിങ്ങളോടൊപ്പമായി പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അരുമനാഥനായ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യഗണങ്ങളുമായി ഒരു പകൽ മുഴുവൻ തൻ്റെ ശുശ്രൂഷകൾ തികച്ചതിന് ശേഷം സന്ധ്യയായപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരുമായി വലിയ പ്രവൃത്തികൾ ചെയ്ത് തൻ്റെ ശുശ്രൂഷകൾ ഒരു ദിവസം സന്ധ്യയായപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നാം അക്കരയ്ക്ക് പോകാം. അവർ പുരുഷാരത്തെ വിട്ടിട്ട് താൻ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി എന്നാണ് തിരുവചനത്തിൽ വായിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് വലിയ സന്തോഷമായി. നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന വാക്കിൽ അവൻ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി എന്നാണ് തിരുവെഴുത്തിൽ നാം വായിക്കുന്നത്. ധാരാളം ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ കടലിലുള്ള യാത്ര അവർക്ക് വളരെ പ്രതികൂലങ്ങൾ നേരിട്ടതായിട്ട് നാം കാണുന്നുണ്ട്. അതിൻ്റെ 37-ാം വാക്യം, അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. ആമേൻ. നോക്കണം, കടലിലുള്ള യാത്രയാണ്. ഈ യാത്രയിൽ പ്രതികൂലമായിട്ട് ഇന്ന് അവർക്ക് നിൽക്കുന്നത് ഒരു വലിയ ചുഴലിക്കാറ്റാണ്. നമുക്കറിയാം, ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് കറങ്ങി അടിക്കുന്ന കാറ്റാണല്ലോ. ഈ കാറ്റ് വെള്ളത്തിലാണെന്നുള്ളത് ഓർക്കണം. അവര് യാത്ര ചെയ്യുമ്പോൾ അവരുടെ ആ ചെറിയ പടകില് ഇപ്പോൾ ഈ ശിഷ്യന്മാരും യേശു കർത്താവും 13 പേരാണ് ആ പടകിലുള്ളത്. ആ പടകിന് നേരെ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അവർ മുങ്ങുമാറായി എന്നാണ് വായിക്കുന്നത്. നോക്കണം, വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സമയം. സ്തോത്രം. രാത്രിയുടെ യാമം. എല്ലാം കൊണ്ടും സാഹചര്യം അവർക്ക് അനുകൂലമല്ല. യാത്ര, അതുപോലെ സന്ധ്യാസമയം, പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ, ഇങ്ങനെ അവർക്ക് വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടിരിക്കുകയാണ്. അങ്ങനെ അവര് പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ, സ്തോത്രം, നാം തിരുവചനത്തിൽ വായിക്കുന്നത് യേശു കർത്താവ് അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്.
ശിഷ്യന്മാര് യേശു കർത്താവിന് ഹല്ലേലൂയ ഉറങ്ങുവാനുള്ള അവസരമാണ് കൊടുത്തത്. സ്തോത്രം. നമുക്കറിയാം യേശു കർത്താവ് ഈ പടകിലുണ്ട്. പക്ഷേ യേശു അമരത്താണ് തലയിണ വെച്ച് ഉറങ്ങുന്നത്. സ്തോത്രം. ശ്രദ്ധിക്കണം, ഈ അമരം എന്ന് പറയുന്നത് കാറ്റ് ആദ്യമായി അടിക്കുന്നത് ഈ ഉയർന്ന അമരത്തിനാണ്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, യേശു കർത്താവ് പ്രതികൂലത്തിൻ്റെ പ്രതിസന്ധിയുടെ സ്ഥാനം കർത്താവ് ഏറ്റെടുത്തു. ശിഷ്യന്മാരെല്ലാം പടകിൽ വിശ്രമിക്കുകയാണ്. അമരത്ത് യേശു കർത്താവ് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു എന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്നു. അങ്ങനെ യേശു കർത്താവ് ഉറങ്ങിയപ്പോൾ ഇവിടെ പ്രതികൂലമുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ യേശു കർത്താവിനെ ഉറങ്ങുവാനുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. നമ്മുടെ കർത്താവ് എപ്പോഴും ഉണർന്നെങ്കിൽ മാത്രമേ പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാകുകയുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ യേശു ഉണർന്നേ പറ്റൂ. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവർ അവനെ ഉണർത്തി. കണ്ടോ, പ്രതിസന്ധികൾ വന്നപ്പോഴാണ് അവർ യേശുവിനെ സ്തോത്രം ഉണർത്തുന്നത്. യേശു ഉറങ്ങിക്കൊണ്ടിരിക്കുക, അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയാണ്. യേശു കർത്താവ് ഉറങ്ങുക എന്ന് പറയുന്നത് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു, ഇസ്രയേലിന്റെ പരിപാലകൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല എന്നാണ് തിരുവെഴുത്തിൽ വായിക്കുന്നത്. യേശു കർത്താവ് തൻ്റെ മനുഷ്യത്വത്തിൽ തനിക്ക് ഉറക്കം ആവശ്യമാണ്. സ്തോത്രം. യേശു കർത്താവ് അവരിൽ പൂർണ്ണ മനുഷ്യത്വവും പൂർണ്ണ ദൈവത്വവും യേശുവിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എനിക്ക് വിശന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുമോ? സ്തോത്രം. കർത്താവിനെ വിശക്കേണ്ട കാര്യമില്ല. യേശു വിശന്നാൽ നമ്മോട് ചോദിക്കത്തുമില്ല. സ്തോത്രം. പക്ഷെ ഇവിടെ നാം വായിക്കുന്നത് താൻ മനുഷ്യനായിരിക്കുമ്പോൾ തനിക്ക് വിശപ്പുണ്ട്. അതുകൊണ്ടല്ലേ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു അത്തിയുടെ അടുക്കൽ ചെന്ന് താൻ വിശന്നിട്ടാണ് അത്തിയെ ഫലമുണ്ടോ എന്ന് അന്വേഷിച്ചത്. അപ്പോൾ യേശു മനുഷ്യപുത്രനായിരുന്നത് കൊണ്ട് വിശപ്പുണ്ട്, അതുപോലെ തന്നെ യേശുവിന് ഉറക്കമുണ്ട് എന്ന് നമുക്ക് തിരുവെഴുത്തിൽ വായിക്കാം. പക്ഷേ ശിഷ്യന്മാര് അവനെ ഉണർത്തി. ഉണർന്നു കഴിഞ്ഞ ഉടനെ അവര് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കുക. സ്തോത്രം. കണ്ടോ, യേശു കർത്താവ് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഉറങ്ങിയ കർത്താവിനെ ഉണർത്തിയിട്ട് അവർ പറയുകയാണ്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ? സ്തോത്രം. ഇവിടെ ഒരു സംഭവം നമുക്കറിയാം. ഇപ്പോൾ ഈ പടകിൽ 13 പേരാണുള്ളത്. പക്ഷെ ശിഷ്യന്മാരുടെ വാക്കിൽ യേശു കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അവർ ഈ സംബോധന ചെയ്യുന്നത്. ഞങ്ങൾ നിനക്ക്. സ്തോത്രം. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? സ്തോത്രം. നോക്കണം, ആ 2 പദപ്രയോഗം നമുക്ക് അവിടെ കാണുക. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അപ്പോൾ ഞങ്ങൾ നിനക്ക് എന്ന 2 വാക്കുകൾ നമുക്കവിടെ കാണാം. അപ്പോൾ യേശു കർത്താവിനെ മാറ്റി നിർത്തിയാണ് ശിഷ്യന്മാര് ഈ ചോദ്യം ചോദിക്കുന്നത്. സ്തോത്രം. എനിക്ക് എൻ്റെ വിശ്വാസം ഇത് വാസ്തവമായി പത്രോസ് തന്നെ ആകാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞത്. കാരണം യേശുവിനോട് ഇങ്ങനെ പറയാനുള്ളൊരു കാരണം, സ്തോത്രം, യേശു കർത്താവ് വെള്ളത്തിലൂടെ നടന്നു വന്നവനാണ്. നമുക്കറിയാമല്ലോ, യേശു കർത്താവ് ഒരിക്കൽ ഒരു 4-ാം യാമത്തിൽ യേശു കർത്താവ് കടലിലൂടെ നടന്നു വരുന്നു. അപ്പോൾ പത്രോസും തൻ്റെ കൂട്ടിലുള്ള കൂട്ടുകാരും എല്ലാവരും കൂടെ പടകിലായിരുന്നു. രാത്രി 4-ാം യാമമായപ്പോൾ, സ്തോത്രം, ഈ പത്രോസ് യേശുവിനെ കാണുന്നു. ദൂരത്ത് നിന്ന് കടലിലൂടെ ഒരു മനുഷ്യൻ നടന്നു വരുന്നു. പക്ഷേ അവർക്ക് ഭൂതമാണെന്ന് അവർക്ക് തോന്നിയത്.
ഭൂതമാണ്, അത് ഭൂതമാണെന്നാ തോന്നി. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഞാനാകുന്നു. സ്തോത്രം. ഞാനാകുന്നു എന്ന് പറഞ്ഞ ഒരുവനുണ്ടെങ്കിൽ നമ്മുടെ നസറേനായ യേശു കർത്താവ് മാത്രം. യേശുവിൻ്റെ 7 തൻ്റെ അവകാശവാദങ്ങൾ കാണും. ഞാൻ വാതിലാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ വഴിയും സത്യം ജീവനുമാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. ആമേൻ സ്തോത്രം. ഇങ്ങനെ 7 പ്രാവശ്യം കർത്താവ് തൻ്റെ ആമേൻ സ്തോത്രം അവകാശത്തെ പറയുന്നുണ്ട്. ഞാൻ എന്ന്. ആമേൻ സ്തോത്രം. അങ്ങനെയെങ്കിൽ സ്തോത്രം ഈ ശിഷ്യന്മാര് ആമേൻ സ്തോത്രം ഹല്ലേലൂയ പത്രോസ് നോക്കുമ്പോഴാണ് ഈ യേശു വെള്ളത്തിലൂടെ നടന്നു വരുന്നത്. യേശുവിനെ കണ്ടേച്ച് പറഞ്ഞു, കർത്താവേ ഞാനാകുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ശിഷ്യന്മാര് പത്രോസ് പറഞ്ഞു, നീ ആണെങ്കിൽ ഞാനും അങ്ങയുടെ അടുക്കലേക്ക് വരുന്നതിന് വേണ്ടി ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ വരിക എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പത്രോസ് പടകിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി. താന് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് യാത്ര ചെയ്തത്. പക്ഷേ പ്രതികൂലത്തിന്റെ കാറ്റുകൾ അവിടുന്ന് 2 വശത്തു നിന്നും അടിക്കുവാൻ തുടങ്ങി. അപ്പോൾ യേശുവിൻ്റെ മുഖത്ത് നിന്ന് തൻ്റെ നോട്ടം മാറ്റി ഈ പ്രതികൂലത്തിലേക്ക് നോക്കി. ഇന്ന് പലരും സ്തോത്രം ഇതുപോലെയാണ്, പ്രതികൂലങ്ങളിലേക്ക് നോക്കും. പക്ഷേ പ്രതികൂലങ്ങളെ പരിഹരിക്കേണ്ട ഒരുവനാണ് ഈ പടകിൽ ഉണ്ടെന്നുള്ള കാര്യം അവർക്കറിയത്തില്ല. ഈ പടകിൽ വരുന്നെന്നുള്ള അറിയത്തില്ല. സ്തോത്രം. അവൻ വെള്ളത്തിൽ താഴുവാൻ തുടങ്ങി. യേശു കർത്താവ് അവന്റെ കൈക്ക് പിടിച്ചിട്ട്, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് ചോദിച്ചു. ഇവിടെയും ഈ ശിഷ്യന്മാർ പറയുന്നത്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു എഴുന്നേറ്റു. അതെ, നമ്മുടെ പ്രതിസന്ധികളിലാണ് കർത്താവ് എഴുന്നേൽക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു പക്ഷെങ്കിൽ ഇതുപോലുള്ള പ്രതിസന്ധിയുടെ മധ്യത്തിലായിരിക്കാം ഇന്ന് ഈ തിരുവെഴുത്ത് നിങ്ങൾ കേൾക്കുന്നത്. എന്നാൽ നിങ്ങളുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ യേശു കർത്താവ് എഴുന്നേൽക്കാൻ പോവുകയാണ്. യേശുവിനെ നമുക്കൊന്ന് ഉണർത്തണം. യേശു ഉണർന്നു കഴിഞ്ഞാൽ അവൻ എഴുന്നേൽക്കും. എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതെ ഇരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. നോക്കണം, അവിടെ കാറ്റിനെയും കടലിനെയും കർത്താവ് ശാസിക്കുകയാണ് ചെയ്തത്. കാറ്റ് ഒരു അദൃശ്യ ശക്തിയാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, കാറ്റ് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും ആർക്കും അറിഞ്ഞുകൂടാ. ശ്രദ്ധിക്കണം. അപ്പൊ കാറ്റ് ഒരു അദൃശ്യ ശക്തിയാണ്. ഈ കാറ്റിനെയാണ് കർത്താവ് ശാസിച്ചത്. കടലിനോട് അനങ്ങാതെ ഇരിക്കാൻ പറഞ്ഞു. അതെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതിസന്ധിയായി കടന്നു വരുന്ന, നമുക്ക് പ്രതികൂലമിട്ട് കടന്നു വരുന്ന ഈ അദൃശ്യ ശക്തിയെ ശാസിച്ചെങ്കിൽ മാത്രമേ ശാന്തത ഉണ്ടാകുകയുള്ളൂ. സ്തോത്രം. നോക്കണേ, കാറ്റും അമർന്നു, വലിയ ശാന്തതയുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളൊരു പക്ഷെങ്കിൽ ഇതുപോലെ പ്രതികൂലത്തിന്റെ കാറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ ആത്മീയ ഭൗമിക മണ്ഡലങ്ങളിൽ ശക്തമായി അടിക്കുന്ന സമയമായിരിക്കാം. എന്നാൽ യേശുവിനൊന്ന് എഴുന്നേൽക്കട്ടെ, യേശു ഉണരട്ടെ. യേശു ഉണർന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അതിന് ശാന്തതയുണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, അവൻ സ്തോത്രം ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. നോക്കണേ, 41-ാം വാക്യത്തിൽ അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആ പടകിൽ സ്തോത്രം തൻ്റെ ആ പ്രവൃത്തി കണ്ടപ്പോൾ ശിഷ്യന്മാര് പറയുകയാണ്, ഇവൻ ആർ? സ്തോത്രം. ഞാൻ പറയട്ടെ,
3.5 വർഷക്കാലം യേശുവിനോടൊപ്പം തൻ്റെ ശുശ്രൂഷകളിലെല്ലാം പങ്കാളികളായിരുന്ന ഈ ശിഷ്യന്മാര് യേശുവിനെ അറിയാത്തവരായി പോയി. സ്തോത്രം, ഹല്ലേലൂയ. 1 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എല്ലാവരിലും ഈ അറിവില്ല എന്ന തിരുവെഴുത്തിൽ വായിക്കുന്നത്. അതെ, യേശു ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് എല്ലാവരിലും ഇല്ല. ഇവിടെ ശിഷ്യന്മാർ പറയും, ഇവനാർ എന്ന് തമ്മിൽ പറഞ്ഞു. സ്തോത്രം, നോക്കണേ, യേശു ആരാണെന്നുള്ളത് അവർ തമ്മിൽ പറയുകയാണ് ചെയ്തത്. സ്തോത്രം, ഹല്ലേലൂയ. യേശു ആരാണ് എന്നുള്ളതിന് സ്തോത്രം, യേശുവിൻ്റെ അധികാരം എന്താണ്, യേശു എന്താണ് ചെയ്യുന്നത് എന്ന് ഈ തിരുവെഴുത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും. സ്തോത്രം. ഒന്നാമത്തെ, യേശു കർത്താവ് സകല അധികാരമുള്ളവനാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, സ്വർഗത്തിലും ഭൂമിയിലും സർവ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു കർത്താവിന് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സർവ അധികാരങ്ങളും ലഭിച്ചവനാണ്. സ്തോത്രം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കും. തമിഴ് ബൈബിളില് സ്തോത്രം, ആ വാക്യം എങ്ങനെ എഴുതിക്കുന്നത്, കർത്തൃത്വം അവർ തോളിൽ ഇറുക്കും. സ്തോത്രം. സകല അധികാരവും നമ്മുടെ കർത്താവിലാണ് ഇരിക്കുന്നത്. സ്തോത്രം. ഇവിടെ നാം വായിക്കുമ്പോൾ അവർക്ക് വന്ന പ്രതിസന്ധികൾക്ക് കാരണം 7 കൂട്ടം കാര്യങ്ങളാണ്. ഒന്നാമത്തത്, സ്തോത്രം, യേശുവിൻ്റെ വചനം അവർ മറന്നുപോയി, അല്ലെങ്കിൽ വാക്ക് അവർ മറന്നുപോയി. യേശു എന്താ അവരോട് പറഞ്ഞത്? സന്ധ്യയായപ്പോൾ നമുക്ക് അക്കരയ്ക്ക് പോകാമെന്നാ പറഞ്ഞത്. സ്തോത്രം. അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞ കർത്താവ് നിശ്ചയമായിട്ടും ഈ ശിഷ്യന്മാരെ അക്കരെ എത്തിക്കും. പക്ഷേ ഇവര് ആ വാക്ക് മറന്നുപോയി. ഇന്ന് നമ്മളും പലപ്പോഴും ഇതുപോലെയല്ലേ, ദൈവം നമ്മോട് പറയുന്ന വാക്കുകൾ പലപ്പോഴും നമ്മൾ മറന്നുപോയി. ദൈവം നമ്മോട് ചെയ്ത വാഗ്ദത്തങ്ങൾ പലതും നമ്മൾ മറന്നുപോയി. എന്നാൽ ഇന്ന് സ്തോത്രം, ശിഷ്യന്മാർക്ക് സംഭവിച്ചത്, യേശു പറഞ്ഞത് നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന, പക്ഷേ ഇവര് ആ വാക്ക് മറന്നുപോയി. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന്റെ യേശുവിന്റെ സാമീപ്യം അവർ മറന്നുപോയി. സ്തോത്രം. കണ്ടോ, യേശുവിന്റെ സാമീപ്യം, യേശു ആ പടകിൽ ഉണ്ടെന്നുള്ള കാര്യം അവർ മറന്നുപോയി. സ്തോത്രം. അവര് ഈ ഭയപ്പെടാനും അവർക്ക് ഈ ഭീതി ഉണ്ടാകുവാനുള്ള കാരണം എന്താ? സകലത്തിനും അധികാരമുള്ളവനാണ് ഈ പടകിലിരിക്കുന്നത്. സ്തോത്രം. പക്ഷേ യേശു ആരാണെന്ന് അവർ മറന്നുപോയി. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, ഹല്ലേലൂയ, സ്തോത്രം, അവന്റെ സാമീപ്യം അവര് മറക്കുക. സ്തോത്രം. നോക്കണേ, ഹല്ലേലൂയ, യേശുവിന്റെ വാക്ക് അവർ മറന്നുപോയി, യേശുവിന്റെ സാന്നിധ്യം മറന്നുപോയി, യേശു ആരാണെന്നുള്ളത് അവർ മറന്നുപോയി. സ്തോത്രം. കണ്ടോ, കാറ്റും കടലും കൂടെ അവനെ അനുസരിക്കുന്നവരാണ് എന്ന് ഈ സംഭവം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. സ്തോത്രം. ഹല്ലേലൂയ. യേശു ആരാണ്? അവൻ സർവത്തിനും അധികാരമുള്ളവനാണ്. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, അവർ കാറ്റ് കണ്ട് ഭയപ്പെട്ടു. അവർ കാറ്റിനെയാ ഭയപ്പെടുന്നത്. പക്ഷെ ഒരു കാര്യം, കാറ്റിനെ സൃഷ്ടിച്ചവൻ ഈ പടകിൻ്റെ അകത്തുണ്ട്. അതവർ മറന്നുപോയി. സ്തോത്രം. സൃഷ്ടിയെക്കാളും സൃഷ്ടിച്ചവനേക്കാളും സൃഷ്ടിയെയാണ് അവർ ഭയപ്പെട്ടത്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പലരും ഇന്ന് ഇതുപോലെയാണ്. സ്തോത്രം. പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടും, ഭാരങ്ങളെ കണ്ട് ഭയപ്പെടും. പക്ഷേ ആ ഭാരം മാറ്റുന്നവൻ, ആ പ്രതിസന്ധികളെ മാറ്റുന്നവൻ ഈ നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം അവരെ മറന്നുപോയി. സ്തോത്രം. മാത്രമല്ല, അഞ്ചാമത്തത്, അവർക്ക് ഈ തിരകള്
വെള്ളം ഈ പടകിലേക്ക് കയറി അത് മുങ്ങുമാറായി. സ്തോത്രം, സ്തോത്രം. കണ്ടോ, വെള്ളം പടകിൽ കയറി തിര തള്ളി കയറുക കൊണ്ട് അവര് ഭയപ്പെട്ടു പോയി. ഇത് മുങ്ങിപ്പോകും എന്നവർ ഭയപ്പെട്ടു പോയി. പക്ഷേ ഈ പടകിലിരിക്കുന്നവൻ ആരാണ്? സാധാരണ വെള്ളമാണോ? അവൻ ജീവന്റെ ഉറവയായ ക്രിസ്തുവാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ സത്യം അവര് മറന്നുപോയി. സ്തോത്രം. നോക്കണേ, ആമേൻ. യേശുവിൻ്റെ ആമേൻ സ്തോത്രം, ആ അവസ്ഥ അവര് മറന്നുപോയി. ഹല്ലേലൂയ. അടുത്ത് നാം വായിക്കുന്നത് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അവര് രാത്രിയിലാണ് ഈ യാത്ര ചെയ്യുന്നത്. രാത്രി അവനെ ഭയപ്പെടുത്തി. രാത്രി അവനെ ഭയപ്പെടുത്തി. രാത്രി കണ്ട് അവർ ഭയപ്പെട്ടു പോയി. സ്തോത്രം. പക്ഷേ ഈ പടകിലിരിക്കുന്ന ആളാരാണ്? സ്തോത്രം, ഹല്ലേലൂയ, ലോകത്തിന്റെ വെളിച്ചമായവൻ. ആമേൻ സ്തോത്രം. നീതി സൂര്യനായ കർത്താവ് ഈ പടകിലുള്ളപ്പോൾ ഇവർ രാത്രി അവരെ ഭയപ്പെടുത്തി. പ്രിയമുള്ളവരെ, നമ്മെ ഇതുപോലെ ഈ അന്ധകാരം നമ്മളെ ഭയപ്പെടുത്താറുണ്ട്. പക്ഷേ വെളിച്ചമായവൻ, ഹല്ലേലൂയ, ഈ ഉണ്ടെന്നുള്ള കാര്യം അവർ മറന്നുപോയി. ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവിൻ്റെ സാമീപ്യവും യേശുവിൻ്റെ ആമേൻ എല്ലാ അധികാരവും തനിക്കുണ്ടെന്നുള്ള കാര്യം അവൻ മറന്നു പോയത് കൊണ്ടാണ് അവർക്ക് ഇത്രമാത്രം ആമേൻ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നേരിടുവാനുള്ള കാരണം. യേശുവിൻ്റെ അധികാരം എന്താണ്? ഒന്ന്, അവൻ പ്രകൃതിയിന്മേൽ അധികാരമുള്ളവനാണ്. സ്തോത്രം. കണ്ടോ, കാറ്റും കടലും കൂടെ യേശുവിനെ അനുസരിക്കുക. സ്തോത്രം. കാറ്റിനോടും കടലിനോടും ശാന്തമാകാൻ പറഞ്ഞപ്പോൾ കടൽ ശാന്തമായി. കാറ്റ് ശാസിച്ചപ്പോൾ അത് അമർന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ആമേൻ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ആമേൻ ഏത് പ്രതികൂലത്തിൻ്റെ കാറ്റുകളെയും ഒരു വാക്കിൽ ശാസിക്കുവാൻ, അതിനെ ഹല്ലേലൂയ നിർമൂലമാക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. രണ്ടാമത്തെ അധികാരം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവർ കടലിന്റെ അക്കരെ ഗദര ദേശത്ത് എത്തി. അപ്പോൾ ഇക്കരയിൽ നിന്ന് അവർ അക്കരെ എത്തി. സ്തോത്രം. കണ്ടോ, അക്കരെ പോകാമെന്നാണ് കർത്താവ് പറഞ്ഞത്. അക്കരെ എത്തിച്ചു. അക്കരെ ചെന്നപ്പോൾ ഇതാ അശുദ്ധാത്മാവ് ഉള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. സ്തോത്രം. അവനെ സംബന്ധിച്ച് അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഓടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിൽ മലകളിലും ഇടപെടാതെ നിലവിളിച്ച് തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു എന്നാണ് ഈ മനുഷ്യനെ കുറിച്ച് വായിക്കുന്നത്. അശുദ്ധാത്മാവ് പിടിച്ചതായ ഒരു മനുഷ്യൻ യേശുവിനെ സ്വീകരിക്കുക. ഗദരദേശം, ഹല്ലേലൂയ. ഈ ഗദരദേശത്ത് ഈ ഭൂതഗ്രസ്തനാണ് യേശുവിനെ സ്വീകരിക്കാനായിട്ട് വന്നത്. നോക്കണേ, നല്ല ഒരു മനുഷ്യരും യേശുവിനെ സ്വീകരിക്കാൻ അവിടെ വന്നില്ല. ഈ ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവൻ 3 കാര്യങ്ങളാണ് യേശുവിനോട് പറഞ്ഞത്. ഒന്ന്, അവൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട്, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ്, എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിച്ചു. ഈ അശുദ്ധാത്മാവ് പിടിച്ച മനുഷ്യൻ 3 അപേക്ഷകളാണ് വെച്ചത്. ഒന്ന്, ദൈവത്താണ്, എന്നെ ദണ്ഡിപ്പിക്കരുത്. യേശു കർത്താവ് അവനോട് പറഞ്ഞത്, അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ടു പോ. നിന്റെ പേരെന്തെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പേര് ലെഗ്യോനാണ് എന്നാണ് അവൻ പറഞ്ഞത്. സ്തോത്രം. ലെഗ്യോൻ എന്ന വാക്കിന് 2000 ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, സൈന്യം. ഒരു സൈന്യത്തിൻ്റെ 2000 മുതൽ 6000 വരെയുള്ള സൈന്യത്തിൻ്റെ നേതാവിനെയാണ് ലെഗ്യോൻ എന്ന് പറയുന്നത്. ഈ ലെഗ്യോൻ ആമേൻ സ്തോത്രം പിടിച്ചതായിരിക്കുന്ന ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് വന്ന് പറയും, ദൈവത്താണ് നീ എന്നെ ദണ്ഡിപ്പിക്കരുത് എന്നവൻ പറയുക. സ്തോത്രം. രണ്ടാമത് അവൻ പറയുന്നത്,
എന്നെ ഈ നാട്ടിൽ നിന്ന് അയച്ചു കളയരുത്. രണ്ടാമത്തെ അപേക്ഷ. മൂന്നാമതവൻ പറഞ്ഞത്, ആ പന്നികളുടെ ഇടയിലേക്ക് കടന്നു പോകേണ്ടതിന് ഞങ്ങളെ അയക്കണം. 3 കാര്യങ്ങൾ അവൻ അപേക്ഷിച്ചു. യേശു കർത്താവ് അതിന് അനുവാദം കൊടുത്തു. ഏതാണ്ട് വലിയൊരു പന്നിക്കൂട്ടങ്ങൾ ആമേൻ അല്ലെ മലച്ചെരുവിൽ ഇങ്ങനെ മേഞ്ഞ് നടക്കുകയാണ്. ഈ അശുദ്ധാത്മാവ് പോയിട്ട് ആ പന്നിയുടെ ഇടയ്ക്കിലേക്ക് കയറി. അവർ ആമേൻ സ്തോത്രം, പന്നികളെല്ലാം ആമേൻ സ്തോത്രം, അശുദ്ധാത്മാവ് പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടുംതൂക്കത്തോടെ കടലിൽ പാഞ്ഞ് വീർപ്പ് മുട്ടി ചത്തെന്നാണ് വായിക്കുന്നത്. സ്തോത്രം. കണ്ടോ, യേശു കർത്താവ് അശുദ്ധാത്മാവിന്മേൽ അധികാരമുള്ളവനാണ്. അവനെ വിട്ടു പോ എന്നാ പറഞ്ഞത്. ഒരു വാക്കില് അശുദ്ധാത്മാവ് അവനെ വിട്ടുപോയി. പ്രിയമുള്ളവരെ, യേശു കർത്താവ് അശുദ്ധാത്മാവിൻ്റെ മേൽ അധികാരമുള്ളവനാണ്. യേശു ലോകത്തിൽ അനേക പിശാച് പിടിച്ചവർ യേശുവിൻ്റെ അടുക്ക വന്നു. അശുദ്ധാത്മാവുള്ളവര് അവരെല്ലാം സൗഖ്യമായിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തത് ആമേൻ സ്തോത്രം, 12 സംവത്സരക്കാലം രക്തസ്രവം പിടിച്ച ഒരു സ്ത്രീയെ യേശുവിൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യമാകും എന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ ആമേൻ അവൻ്റെ വർത്തമാനം കേട്ടിട്ട് യേശു വരുന്ന ആ വഴിയിൽ യേശുവിൻ്റെ പുറകെ ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടു. 12 സംവത്സരം, അതെ 12 സംവത്സരം, ഹല്ലേലൂയ, ആമേൻ, രോഗം ബാധിച്ചതായിരിക്കുന്ന ഈ സ്ത്രീ തൻ്റെ മുതല് മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് ഒട്ടും ഭേദം വരാതിരുന്ന ഒരു സ്ത്രീ. അവൾ യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ട ഉടനെ അവളിലുണ്ടായിരുന്ന രോഗം അവളിൽ നിന്ന് മാറിപ്പോയി. പ്രിയമുള്ളവരെ, യേശു രോഗങ്ങൾക്ക് സൗഖ്യം നൽകാൻ, നമ്മുടെ കർത്താവ് പരമ വൈദ്യനാണ്. രോഗത്തിന്മേൽ അധികാരമുള്ളവനാണ്. കണ്ടോ, അവൻ ആ സ്ത്രീയെ തൊട്ട് പ്രാർത്ഥിച്ചില്ല. ആമേൻ, അവളുടെ വിശ്വാസം അവൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യമാകും. അതുപോലെ രോഗത്തിന്മേൽ അധികാരമുള്ളവനാണ്. മൂന്നാമത്തത് യേശുവിൻ്റെ അധികാരം എന്ന് പറയുന്നത്, ഇതാ 12 വയസ്സുള്ള ഒരു പെൺകുട്ടി, യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയുടെ മകള് ദീനമായി കിടന്നു. യേശുവിൻ്റെ അടുക്കൽ ആളയച്ചു. യേശു അവിടെ ഈ 12 സംവത്സരം രോഗാവസ്ഥയിലായിരുന്ന ആ സ്ത്രീയെ സൗഖ്യമാക്കിക്കൊണ്ടിരുന്നു കഴിയുമ്പോൾ ഇത് ഒരാൾ ഓടി വന്ന് പറയാണ്, യായിറോസിനോട് പറയുന്നത്, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, ആ കുട്ടി മരിച്ചുപോയി എന്ന് പറഞ്ഞു. യേശു കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. മരിച്ചുപോയ 12 വയസ്സുള്ള ആ ബാലിക, യേശു കർത്താവും ആമേൻ പത്രോസും യാക്കോബും യോഹന്നാനും, ഈ 3 പേരും, ഈ കുട്ടിയുടെ മാതാവും പിതാവും, ആമേൻ, ഇങ്ങനെ മൊത്തം 7 പേര്, ആ കുട്ടിയോട് ചേർത്ത് 7 പേര് ആ ഭവനത്തിൽ യേശു കർത്താവ് ചെന്നിട്ട് മരിച്ചുപോയ ബാലിയുടെ കൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, തലിതാ ഖൂമി, സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, ആ കുട്ടി എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവൾക്കൊരു ജീവൻ വന്നു. യേശു കർത്താവ് ആമേൻ സ്തോത്രം മരണത്തിന്മേൽ അധികാരമുള്ളവനാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് സർവ അധികാരവും നമ്മുടെ കർത്താവിനാണ് നൽകിയിരിക്കുന്നത്. അതല്ലേ, ആമേൻ, സകല അധികാരവും. നമ്മൾ യെശയ്യാ പ്രവചനം 9:6 വായിക്കുമ്പോൾ, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. ആമേൻ സ്തോത്രം, സകല അധികാരവും അവൻ്റെ മേലായിരിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ശിഷ്യന്മാർ ചോദിച്ച ചോദ്യം ഇതാണ്, ഇവനാർ? സ്തോത്രം, ഇവൻ ആരാണെന്നുള്ളതിന് 5 തെളിവുകൾ ഞാൻ പറഞ്ഞു. 1, അവൻ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ കഴിവുള്ളവനാ. അവൻ പിശാചിൻ്റെ മേൽ അധികാരമുള്ളവനാ. അവൻ രോഗത്തിൻ്റെ മേൽ അധികാരമുള്ളവനാ. അവൻ മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവനാ. യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് സർവ്വ അധികാരമുള്ള കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെയും ഈ സമയം വിളിക്കുന്നു. ഹല്ലേലൂയ.
നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും ശരി, ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലായിരുന്നാലും ശരി, ഏത് സാഹചര്യത്തിലും ദൈവമൈതലെ നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ അനുഗ്രഹിക്കുന്ന, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു കർത്താവ് ഇന്ന് നിന്നോട് സംസാരിക്കുന്നു. അതുകൊണ്ട് യേശു അധികാരമുള്ളവനാണ് എന്ന് തിരുവെഴുത്തിലൂടെ നാം വായിക്കും. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. എബനേസർ ഗോസ്പൽ മിനിസ്റ്ററീസിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തെ പ്രഘോഷിപ്പാൻ എനിക്ക് നൽകി തന്ന ഈ വിലയേറിയ പദവിയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.